ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ നല്ല പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതാ ഞാൻ ഹോം ടൂർ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് കാണാം. വീടിനെക്കുറിച്ചുള്ള കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. ഈ വീട് വരുന്നത് ൂരിൻ്റെ ലാസ്റ്റും കാസർഗോഡ് ജില്ല പയ്യന്നൂർ ഭാഗത്തുള്ള ഒളവറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ശ്രീജു രാമചന്ദ്രൻ എന്നവരുടെ വീടാണിത്. അപ്പോൾ ഈ വീടിൻ്റെ ഡിസൈനും ആർക്കിടെക്ചറും ഒക്കെ ചെയ്തിട്ടുള്ളത് കൃതി ഡെവലപ്പേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പറും കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരു നല്ല രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ എന്ന് പറയുന്നത് കൊളോണിയൽ മിക്സഡ് ആണ് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു കൊളോണിക്കൽ ഷേപ്പിലെ ഭാഗങ്ങളുണ്ട്. അതേപോലെ സാധാരണ നമ്മൾ കണ്ടംപററി കാണുന്ന അതും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് കാണാൻ. ഇതിൻ്റെ ഡിസൈനർ വിപിൻ പത്മനാഭനാണ്. കൃതി ഡെവലപ്പേഴ്സിൻ്റെ ഇതിലുള്ള വിപിൻ പത്മനാഭനാണ് ഇത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കോൺക്രീറ്റ് പ്ലസ് സ്റ്റോൺസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇതാ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ആ ഒരു ഡിസൈൻ ഇവർ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ പ്രത്യേകതകൾ കുറേ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വിൻഡോസ് ആയാലും അതേപോലെ ഇതിൻ്റെ വാർപ്പ്, അതായത് ആ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ആയാലും ഒക്കെ ഒരുപാട് വ്യത്യാസത്തിലാണ് ഇത് മറ്റുള്ള വീടുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും ഒന്ന് കണ്ടുനോക്കാം. ഇതിൻ്റെ ഈ ഒരു ഷോ വാൾ ഉണ്ടല്ലോ, അത് ഗ്ലാഡിങ് സ്റ്റോൺ ആണ്. നമുക്ക് സാധാരണ നമ്മൾ ടൈലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ വാൾ, ആ രീതിയിലാണ് ഈ ഗ്ലാഡിങ് സ്റ്റോണും ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിൻഡോസൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം UPVC അതേപോലെ GI പൈപ്പൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രമല്ല കേട്ടോ കാണാനുള്ള ആ ഒരു ഭംഗി, ഇതിൻ്റെ സൈഡ് ഭാഗവും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫ്രണ്ട് സൈഡ് എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ കണ്ടാൽ അറിയാം, കാരണം ഇത് നമ്മൾ ആ ഒരു മെയിൻ ഹാളിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു എക്സിറ്റും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ ഡിസൈനും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് തന്നെ അതേപോലെ മുറ്റത്തൊക്കെ നാച്ചുറൽ സ്റ്റോൺസൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ചെറിയ ചെറിയ പെബിൾസൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വലിയ സൈസിലുള്ള ഒരു വിൻഡോസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ സാധാരണ റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വിൻഡോസാണ് ഇവിടെ. UPVC അതേപോലെ അതിൻ്റെ GI പൈപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീണ്ടും തിരിച്ച് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് തന്നെ വരാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക്, അതായത് വീട്ടിൻ്റെ അകത്തേക്ക് കയറാം. അപ്പോൾ ഇത് ഇവിടെ വാളിനൊക്കെ ഗ്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വലിയ സൈസിലുണ്ട്, അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു സിംഗിളായിട്ടും ഉണ്ട്. അപ്പോൾ ഇതാ മെയിൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ വലിയൊരു സൈസിലുള്ള ലിവിങ് സ്പേസ്, ഫാമിലി ലിവിങ് ഏരിയ കാണിക്കുന്നുണ്ട്. ഒരു TV യൂണിറ്റ്, അതേപോലെ ഒരു വാളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൈ ബ്ലൂ കളറ് ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ലൊരു വിശാലത ഈ ഒരു വീടിന് കാണുന്നുണ്ട്. ഇതിപ്പോൾ ടോട്ടൽ 2050 സ്ക്വയർ ഫീറ്റിലാണ്. പക്ഷേ ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ട്, അതായത് ഡബിൾ ഹൈറ്റിലൊക്കെ ലിവിങ് സ്പേസ് ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കയറി വരുമ്പോൾ നല്ലൊരു വിശാലത കാണുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു സോഫ സെറ്റ് ഉണ്ട്, അതേപോലെ ഒരു TV യൂണിറ്റ് ഉണ്ട്. പിന്നെ ഒരു വലിയ അത് ആ പുറത്ത് നമ്മൾ കണ്ട ആ ഒരു വിൻഡോ ഉണ്ടല്ലോ, അതിനൊക്കെ വലിയ സൈസിലുള്ള ഫാബ്രിക് ക്ലോത്ത് വെച്ചിട്ടുള്ള കർട്ടൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിവിങ് സ്പേസ് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ലിവിങ് സ്പേസിൻ്റെ ഡീറ്റെയിൽസ് കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്ക് മെയിൻ ഹാളിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇവിടെ നിന്ന് പാർട്ടീഷനായി ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ GI പൈപ്പ് വെച്ചിട്ടുള്ള ഒരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഫ്ലോർ എന്ന് പറയുന്നത് വിട്രിഫൈഡ് ടൈൽസ് ആണ്. അതും നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടൈൽസിൻ്റെ കളർ വൈറ്റ് കളറാണ്. വൈറ്റ് കളറിന് ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലിവിങ് ഏരിയയിൽ കയറി കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കിച്ചൺ നമുക്ക് കാണാം. അതേപോലെ ഡൈനിങ് സ്പേസ് കാണാം, സ്റ്റെയർ കാണാം, പിന്നെ ഒരു പ്രെയർ ഏരിയയും കൂടി കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയൊരു ലിവിങ് സ്പേസിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു സ്റ്റെയറിൻ്റെ ആ ഒരു മോഡലും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. GI പൈപ്പും വുഡൊക്കെ വെച്ചിട്ടാണ് ആ ഒരു സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു ഓപ്പൺ കിച്ചണിൽ ചെറിയൊരു ബാർ കൗണ്ടറും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഡൈനിങ് സ്പേസ് 6 സീറ്റ് ചെയറുള്ള ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ ആ ഒരു വലിയ രീതിയിലുള്ള ഒരു കേർട്ടൻസ് കണ്ടോ. ആ കേർട്ടൻ ഓപ്പൺ ചെയ്തതിലാണ് ഞാൻ നേരത്തെ പുറത്തുള്ള ഡിസൈൻ കാണിക്കുമ്പോൾ ഒരു സ്ലൈഡിങ് ഡോറൊക്കെ കാണിച്ചു തന്നിട്ടില്ലേ. സ്ലൈഡിങ് വിൻഡോസ്, അതായത് UPVC ചെയ്ത അതാണ് കേട്ടോ. ആ ഏരിയ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൂടിയാണ് ആ പുറത്തേക്കുള്ള ഒരു എക്സിറ്റ് നമ്മൾ കണ്ടത്. പിന്നെ ഇതാ ഇവിടെ നല്ലൊരു പ്രൈവസിയോട് കൂടിയിട്ടുള്ള ഒരു പ്രെയർ ഏരിയ ഉണ്ട് കേട്ടോ. ഒരു കുറച്ച് ഉള്ളിലേക്ക് തള്ളിയിട്ടാണ് ആ ഒരു പ്രെയർ ഏരിയ ഉള്ളത്. അപ്പം നല്ലൊരു പ്രൈവസി തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ബെഡ്റൂം എന്ന് പറയുന്നത് താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണ്. പിന്നെ ബെഡ്റൂമിൻ്റെ സൈസ്, കിച്ചൺ സൈസ്, ലിവിങ് സ്പേസിൻ്റെ സൈസ് ഒക്കെ എല്ലാവർക്കും ഉള്ള സംശയങ്ങളാണ്. അതിൻ്റെയൊക്കെ സൈസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം. 2 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മറ്റേ ബെഡ്റൂം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഈ ബെഡ്റൂം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല സീലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. അതൊക്കെ എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ഹെഡ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ സാധാരണ നമ്മളൊരു ഡ്രസ്സിങ് ടേബിൾ മാത്രമേ കാണാം. പക്ഷേ ഈ ഒരു വാളുണ്ടോ, ഈ ഒരു വാളിൽ അവർ നല്ല രീതിയിൽ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റോറേജ് സ്പേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആ ഒരു ഡ്രസ്സിങ് സ്പേസിൽ തന്നെയാണ് ടോയ്ലറ്റിലേക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ആ ബാത്റൂമിലേക്കുള്ള വഴിയും ഉള്ളത്. തിരിച്ച് വീണ്ടും നമുക്ക് മെയിൻ ലിവിങ് ഹാളിലേക്ക് തന്നെ വരാം. അപ്പോൾ ഹാളിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചണാണ് ഞാൻ പറഞ്ഞ ഓപ്പൺ കിച്ചൺ. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത് കേട്ടോ. അപ്പം നല്ല ഒരു നമ്മളിപ്പോൾ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്താലും ഒക്കെ സെർവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഇവിടുന്ന് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ഭാഗങ്ങൾ എടുത്ത് നോക്കിയാലും നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓപ്പൺ കിച്ചൺ തൊട്ടടുത്തായിട്ട് പ്രെയർ ഏരിയ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ബെഡ്റൂം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കിച്ചൺ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു കിച്ചൺ തന്നെയാണ്, കിഡിലും കിച്ചൺ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബാർ കൗണ്ടറും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഐലൻഡ് കിച്ചൺ എന്ന് പറയാം നമുക്ക് കേട്ടോ. രണ്ടും ഇവിടെ ഇൻക്ലൂഡാണ്. ഒരു ഐലൻഡ് കിച്ചണിൻ്റെ ലുക്കും ഉണ്ട്, ഒരു ബാർ കൗണ്ടറും ഉണ്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ. പിന്നെ ഒരു ലൈറ്റ് കളർ ഷെയ്ഡ് കളറാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നല്ല ഒരു ബ്രൈറ്റ് കളർ ആണ് ഇവിടെ. ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ കണ്ടോ, അതാണ് അവിടുത്തെ ഡോർസും കാര്യങ്ങളൊക്കെ. അതേപോലെ കൗണ്ടർ ടോപ്പൊക്കെ വൈറ്റ് കളർ, ആ ഒരു നാനോ വൈറ്റിൻ്റെ കളർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു രീതിയിലാണ് കേട്ടോ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മളൊരു എൽ ഷേപ്പ് ആ ഒരു രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കൗണ്ടർ ടോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പർ സൈഡിലുള്ള ഷെൽഫും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ്, ഗ്ലാസും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും കേട്ടോ. അപ്പോൾ അപ്പോൾ അതിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് മാറ്റ് ഫിനിഷിലുള്ള ഒരു വുഡൻ ടൈപ്പ് ടൈൽസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്.
ഇനിയിപ്പോൾ ഇവിടുന്ന് രണ്ടാമത് ഒരു വർക്കിംഗ് കിച്ചണും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു വർക്കിംഗ് കിച്ചണും കൂടി കാണാം. അപ്പോൾ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒരു എൽ ഷേപ്പിലുള്ള ഒരു ചെറിയൊരു വർക്കിംഗ് കിച്ചൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും നമ്മൾ വാളിൽ വരുന്ന റാക്കൊക്കെ GI പൈപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല സിമ്പിളാണെങ്കിലും നല്ല ലുക്കുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഒരു കിച്ചണിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കിച്ചണത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഈ വീടിന് 2 കിച്ചണാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ക്വയർ ഫീറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ക്വയർ ഫീറ്റിൽ തന്നെ ഇതൊക്കെ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയത് തന്നെ ഈ ഒരു ആർക്കിടെക്ചറിൻ്റെയും ഡിസൈനേഴ്സിൻ്റെയും ഏറ്റവും നല്ല ഒരു പ്രൗഡായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈ വീടിൻ്റെ അടുത്ത ഏരിയ കാണാൻ പോകുന്നത് ഇവിടുത്തെ വാഷ് ഏരിയ ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു വാഷ് ഏരിയയാണ് കേട്ടോ. ആ ഒരു വാഷ് ഏരിയയുള്ള സ്പേസ് എന്ന് പറയുന്നത് നല്ല പ്രൈവസി ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ഫോയർ ഉണ്ട് ഇവിടെ. ഒരു നമ്മൾ അതായത് ലിവിങ് ഹാളിൽ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റെയറിന് തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു ഫോയർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതാ ഇങ്ങനെ ഒരു കയറി കഴിഞ്ഞാലാണ് ഈ ഒരു വാഷ് ഏരിയ. വാഷ് ഏരിയ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു കോമൺ ബാത്റൂം ഉണ്ട്. പിന്നെ അതിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് ബെഡ്റൂം കാണുന്നത്. അപ്പോൾ ആ ബെഡ്റൂമിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് എന്താ ഇങ്ങനെ ഒരു ഔട്ടർ പോർഷൻ മാത്രം ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു വാഷ് ഏരിയ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ആ ബെഡ്റൂം, പിന്നെ ഇപ്പുറം ഒരു കോമൺ ബാത്റൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വാഷ് ഏരിയ വരുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു വാളൊക്കെ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റെയറിൻ്റെ കാര്യം പറയണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെയാണ് അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. GI പൈപ്പും ഒക്കെ വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് മുകളിലത്തെ നിലയിലുള്ള വിശേഷങ്ങളൊക്കെ കാണാം. മുകളിലത്തെ നിലയിൽ കയറി കഴിഞ്ഞാൽ മെയിൻ ലിവിങ് ഹാളിൽ തന്നെ 2 ബെഡ്റൂമാണ് ഉള്ളത്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു നല്ലൊരു സ്റ്റഡി ഏരിയ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാ നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട്. പിന്നെ മെയിൻ ഹാളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഷോക്കേസ് ഉണ്ട്. പിന്നെ 2 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ബെഡ്റൂമിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട ഡോറുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു പ്രൈവസിയും ഉണ്ട്. നല്ല രീതിയിൽ തന്നെ ആ ഒരു ഭാഗം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഈ ഒരു റൂമൊന്ന് കണ്ടു നോക്കാം. താഴെ നമ്മൾ കണ്ട ആ ഒരു റൂമിൻ്റെ അതേ ലുക്കിൽ തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഡിസൈൻസും കാര്യങ്ങളെ വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് താഴെ കണ്ടതുപോലെ. ആ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ തന്നെയാണ് കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇൻറ്റീരിയറിൻ്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഫോയർ, അതായത് ഡ്രസ്സിങ് ഏരിയയിൽ തന്നെ കബോർഡ് ഉണ്ട്. തൊട്ടടുത്തായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ. ഇപ്പം മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം തന്നെയാണ് ഉള്ളത്. അടുത്ത സ്പേസ് എന്ന് പറയുന്നത് നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ഈ ഒരു മെയിൻ ഹാളിൽ നിന്ന് തന്നെ നമുക്കിങ്ങനൊരു വേ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് അവിടെ ഒരു നല്ലൊരു UPVC ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ഡോറുണ്ട്. ആ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്തുന്നത് നല്ലൊരു കോർട്ട്യാർഡിലേക്കാണ് കേട്ടോ. ബാൽക്കണിയിൽ നല്ല ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വീടിന് നല്ല ഒരു പച്ചപ്പോട് കൂടിയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഓരോ ഭാഗങ്ങളിലും കാണുന്നത്. അപ്പോൾ ഇതാ നമ്മളും താഴത്തെ നിലയിൽ നിന്ന് കണ്ട ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇതും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നല്ലതായി ഇഷ്ടമായി കേട്ടോ. ഞാൻ ഒരുപാട് വീടിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഒരു ഏരിയയാണ് എനിക്ക് ഈ ഒരു കോർട്ട്യാർഡ്. പിന്നെ ഇവിടെ ഇതാ തിരിച്ച് നമുക്ക് ലിവിങ് ഹാളിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
തിരിച്ച് നമുക്ക് മെയിൻ ഹാളിലേക്ക് തന്നെ വരാം. അപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇതാണ് ഡൈനിങ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഒന്ന് കാണാം. അതേപോലെ ലിവിങ് സ്പേസും നമുക്കിതിന്ന് കാണാം. കാരണം ഇത് ഡബിൾ ഹൈറ്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു വ്യൂ തന്നെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീടും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈനേഴ്സിനെ കുറിച്ചിട്ടും ഇതിൻ്റെ വർക്കിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാനുള്ളത് നമ്മളെ ഹൗസ് ഓണേഴ്സിനോടാണ്. അപ്പോൾ അവരോട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. വീടിന്റെ ഹൗസ് വാമിങ് ഡിസംബർ 6 കഴിഞ്ഞത്. എല്ലാം നല്ല ഭംഗി കഴിഞ്ഞു. ഇത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. വീട്ടിന്റെ ഡിസൈൻസ് എല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട്. പൊതുവെ പുറത്തുനിന്നുള്ള അഭിപ്രായവും വളരെ നല്ല അഭിപ്രായമാണ്. നല്ല പ്ലാനാണ്. നല്ല കാറ്റും വെളിച്ചവും എല്ലാം കിട്ടുന്ന ഒരു ഡിസൈനാണ് ഉണ്ടാക്കിയത്. ആരാ ചെയ്തതെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ആരാണ് ചെയ്തത്. പിന്നെ ഇന്റീരിയർ പൊതുവെ വേറെ പാർട്ടി ചെയ്തത് അതും നല്ല ഇന്റീരിയറാണെന്ന് പറഞ്ഞു. കൃത്യ സമയത്ത് ഒരു 8 മാസം പറഞ്ഞ് സ്ട്രക്ചറിൽ കൃത്യമായി തീർത്തു. ബാക്കിയുള്ള ഇന്റീരിയേഴ്സ് 6 മാസം, ടോട്ടൽ 14 months എടുത്തു കംപ്ലീറ്റ് ചെയ്യാൻ. കൃത്യം 14 months, 2 ദിവസമാണ് പ്രോബ്ലം. പൊതുവെ എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും പിന്നെ വഴിയിൽ പോകുന്ന ആൾക്കാരും ഡിസൈൻ കണ്ടിട്ട് വന്നിട്ട് കാരണം ചെയ്യുന്നത് നല്ലതാണ്. വീടൊക്കെ കുറെ ആൾക്കാർ നോക്കിയിട്ട് അപ്പോൾ ഈ വീടിൻ്റെ ഡിസൈനിലും ആർക്കിടെക്ചറിലും ഇൻറ്റീരിയറിലും ഒക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഈ ഹൗസ് ഓണേഴ്സ്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ തന്നെ നിങ്ങൾ ഡയറക്റ്റ് കേട്ടിട്ടില്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആർക്കിടെക്ചർ ഡിസൈനേഴ്സിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരുടെ ഓഫീസും കാര്യങ്ങളും പയ്യന്നൂരാണ്. അപ്പം നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്താൽ അവർ ഏത് ഏരിയയിൽ വന്നിട്ട് നിങ്ങൾക്ക് പറ്റിയ ഡിസൈനിൽ നിങ്ങളുടെ പ്ലോട്ടിനനുസരിച്ചുള്ള ആർക്കിടെക്ചറിൽ തന്നെ നിങ്ങൾക്ക് വീട് ഡിസൈൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീടും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല നല്ല വീഡിയോസും വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.